എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് അസർ. ഞാൻ നിന്നാണ്. നമ്മൾ പറയുന്ന സബ്ജക്ട് എന്താണ് ദേശീയ ദിവസം? ഇതെങ്ങനെയാണ് നമ്മൾ കാണുന്നത്? ഏത് കാര്യത്തിലാണ് നമുക്ക് ഓരോരുത്തർക്കും ദേശീയ ദിവസം ഉണ്ടായിരിക്കുക എന്നാണ് പറയാൻ പോകുന്നത്. അതെങ്ങനെയാണ് നമ്മുടെ ഗ്രാഹ്യങ്ങളുമായി ബന്ധപ്പെട്ട് പറയുന്നത്. ഓക്കെ, അതായത് ദേശീയ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മനുഷ്യരിലും ഉണ്ട് എന്നതാണ് ആദ്യത്തെ. ഓക്കെ, ദേശീയ ദിവസം എല്ലാ മനുഷ്യരിലും ഉണ്ട്. അത് എല്ലാവരും പല രീതിയിലാണ് കാണിക്കുക, അതുപോലെ പല റേഞ്ചിലാണ് കാണിക്കുക. ചിലർക്ക് ദേശീയ ദിവസം കൂടുതലായിരിക്കും, ചിലർക്ക് കുറവായിരിക്കും. അപ്പൊ ഇവര് നമ്മള് ഈ ദേശീയ ദിവസം കാണിക്കുന്നത് എല്ലാവരും ഒരേ കാര്യത്തിലായിരിക്കില്ല, പലർക്കും പല കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോ കുറച്ച് ഉദാഹരണങ്ങൾ കൊടുക്കാം. അപ്പൊ ചിലര് ദേശീയ ദിവസം കാണിക്കുന്നത് കുട്ടികളുടെ അടുത്തായിരിക്കും. അതെങ്ങനെയാണെന്ന് വെച്ചാല് കുട്ടികൾ പഠിക്കുന്നതിനുമായി ബന്ധപ്പെട്ടും കുട്ടികൾക്ക് ഒരു കാര്യം എന്താ പറയാ നേടിക്കൊടുക്കുന്നതിന്, അതായത് ഇപ്പൊ കുട്ടിക്ക് വേണ്ടിയിട്ട് ഒരു പഠനോപകരണം അല്ലെങ്കിൽ കുട്ടിക്ക് ഇന്ന കാര്യം വേണമെന്ന് ഹസ്ബൻഡിന്റെയോ അല്ലെങ്കിൽ വൈഫിന്റെ അടുത്ത് പറഞ്ഞ് അത് പിടിവാശി കാണിച്ച് അതിൽ ദേഷ്യം കാണിച്ചിട്ട് നേടിക്കൊടുക്കുന്ന ആളുകൾ. അപ്പൊ അവര് ഈ ദേഷ്യം പിടിവാശി കാണിക്കുന്ന എവിടെയാ? കുട്ടികളടുത്ത. അതുപോലെ കുട്ടികളോട് ദേഷ്യം കാണിക്കുക, കുട്ടികളോട് പിടിവാശി കാണിക്കുക, അതും ഇതിലുണ്ട്. ഓക്കെ, ചിലരാണെങ്കിലോ ജോലി സ്ഥലത്തായിരിക്കും, ജോലിയുമായി ബന്ധപ്പെട്ട് ദേഷ്യം പിടിവാശി കാണിക്കുന്ന ആളുകൾ. ചിലര് ഫാമിലിയിലായിരിക്കും, ചിലര് ഏറ്റവും അടുത്ത് നമ്മളുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന സുഹൃത്തുക്കളോട് അല്ലെങ്കിൽ നമ്മളെ വേണ്ടപ്പെട്ട ആളുകൾ, അതായത് നമ്മളെ കൂടുതൽ അടുത്ത് നിൽക്കുന്ന ആളുകളോട് മാത്രമേ കാണിക്കൂ. ഓക്കെ, ചിലര് ഇത് കാണിക്കുന്നത് ഇപ്പൊ എന്താ പറയാ, നമ്മളെ എന്താ പറയാ വിശ്വാസവഞ്ചന കാണിക്കുക, നമ്മളെ അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കുക, നമ്മളെ പറ്റിക്കുക, അങ്ങനെ കാണിക്കുന്ന ആളുകൾക്ക് മാത്രമാണ്. ഓക്കെ, പിന്നെ ചിലർ അമ്മയുടെ അടുത്ത് മാത്രമാണ്, ചിലർ അച്ഛൻ്റെ അടുത്ത് കാണിക്കുന്നത്, ചിലർ ബ്രദേഴ്സിന്റെ അടുത്ത് സിസ്റ്റേഴ്സിന്റെ അടുത്ത് കാണിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ പല രീതിയിലാണ്. ചിലർ പേഴ്സണൽ കാര്യങ്ങൾ കാണിക്കും, സ്വന്തം ജീവിതത്തിൽ സ്വന്തമായിട്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ദേശീയ പ്രവേശനം കാണിക്കുന്ന ആളുകൾ. അതായത് ചിലർ വീട് വെക്കാൻ വേണ്ടിയിട്ട് ദേശീയ പ്രവേശനം, ചിലരാണെങ്കിലോ ജോലി കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇന്ന കോഴ്സ് എടുത്ത് പഠിക്കണമെന്ന് പറഞ്ഞു അതുമായി ബന്ധപ്പെട്ട് ദേശീയ പ്രവേശനം. അപ്പൊ ഇത് പല രീതിയിലാണ് പല ആളുകളും കാണിക്കുക. ഇത് നമ്മുടെ ഗ്രഹങ്ങളിൽ കണ്ടെത്തുന്നത്. ഓക്കെ, ചിലർ കാണിക്കുന്നത് വിവാഹവുമായി ബന്ധപ്പെട്ടു, വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ദേശീയ വികാസം. അപ്പോ ഇത് നമ്മൾ പറഞ്ഞു വരുന്നതാണ്, ഈ ദേശീയ വികാസം എന്നത് എല്ലാവരിലും ഉണ്ട്. ഇത് പല രീതിയിലായിരിക്കും. അപ്പൊ ഈ വിവാഹകാലത്തിന് ദേശീയ വികാസം കാണിക്കുന്ന ആളുകൾ, അതായത് ഇന്ന രീതിയിലുള്ള പാർട്ട്ണർ വേണം എന്ന് വികാസം കാണിക്കുന്ന ആളുകൾ. അപ്പോ ഇങ്ങനെ കാണിക്കുന്ന ആളുകൾ പലരും പല റേഞ്ചിലായിരിക്കും. ചിലര് നല്ല രീതിയിൽ അത് കണ്ടു, ചിലർക്ക് അത് കുറവായിരിക്കും. പക്ഷെ എല്ലാവർക്കും ഇതുണ്ട്. അത് പല കാര്യങ്ങളാണ്, പല എന്താ പറയാ സ്ട്രോങ് പല രീതിയിലായിരിക്കും. ചിലവർ കൂടുതലായിരിക്കും, ചിലവർ കുറവായിരിക്കും. എന്തായാലും ഉണ്ട് എന്നാണ് നമ്മുടെ തീർക്കുന്നത്. എല്ലാവർക്കും ദേശീയ പിടിവാശി എന്ന കാര്യമുണ്ട്. അപ്പോ നമ്മുടെ ഗ്രഹങ്ങളിൽ ഈ ദേശീയ പിടിവാശി കാണുന്ന അല്ലെങ്കിൽ അതിന്റെ കാരണം ചൊവ്വ എന്ന ഗ്രഹത്തിലാണ്. ചൊവ്വ എന്ന ഗ്രഹവുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ദേശീയ പിടിവാശി നോക്കുന്നത്. അത് ഏത് കണ്ണിലിരിക്കുന്നു, ഏത് രാശിയിലിരിക്കുന്നു, ഏത് നക്ഷത്രത്തിലിരിക്കുന്നു, ഏത് ഗ്രഹം ഇതിനെ നോക്കുന്നു, അല്ലെങ്കിൽ ചൊവ്വ ഏതൊക്കെ ഗ്രഹങ്ങൾ നോക്കുന്നു, ഇതുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ദേശീയ പിടിവാശി ഏതൊക്കെ കാര്യങ്ങൾ കാണിക്കുമെന്ന് കണ്ടത്. ഓക്കെ, അപ്പോ ഇതാണ് ഇന്നത്തെ വീഡിയോ. എന്താണ് ദേഷ്യം, എന്താണ് പിടിവാശി, ഇത് ഓരോരുത്തരും എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നാണ് നമ്മുടെ വീഡിയോ. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉള്ളവര് നമ്മുടെ ഓഫീസ് നമ്പറിൽ വിളിച്ച് ചോദിക്കാം, നമുക്കത് പറഞ്ഞു. ഓക്കെ, അപ്പോ ഇന്നത്തെ വീഡിയോ ഇതാണ്. അടുത്ത കണ്ടന്റുമായി അടുത്ത വീഡിയോയിലേക്ക് വരാം. അതുവരെ നന്ദി, നമസ്കാരം.